പകൽ ചിന്തിക്കാൻ പോകുന്ന ആമേൻ ദൈവിക സന്ദേശം എന്ന് പറയുന്നതും കഴിഞ്ഞ ആഴ്ചകളിൽ നാം തുടർമാനമായി കേട്ടുവന്നതിൻ്റെ അവസാന ഭാഗത്തിലാണ് നാം ഒരുമിച്ച് കടന്നത്. ലിവിംഗ് വാട്ടറിനെ പറ്റിയുള്ള അവസാന ഭാഗത്തിലേക്കാണ് നാം ഒരുമിച്ച് കടന്നു വരുന്നത്. We've been learning about the living water for the past few Sundays, and today is the last time I'll be speaking about it today. ആലയത്തിൽ നിന്ന് കർത്താവായ യേശു ഉറക്കെ വിളിച്ചു പറഞ്ഞവരാണ്, ആമേൻ ദാഹിക്കുന്ന ഏവനുമേ എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ നിന്ന് ജീവജല നദി പുറപ്പെടുന്നു. And Jesus at the end of this feast, he's saying it, those who come to me, through me the living water will flow. ആമേൻ. നമ്മൾ വെള്ളത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. And so we're still standing in this water. ഇന്നത്തെ വെള്ളത്തിൽ എവിടം വരായി? Where are we now? ഇത് എവിടം വരാ? ഷോളല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാതെ വണ്ണോളം നീക്കി ഇനിയും കൂടെ നീന്തിയാലേ പറ്റത്തുള്ളൂ. Now that we're at this point, we have to swim some way. സ്തോത്രം. ആമേൻ. നമ്മുടെ ആംഗിളിനനുസരിച്ച് വന്നു, നമ്മുടെ മുട്ടോളം വന്നു, നമ്മുടെ അരയോളം വന്നു. അടുത്ത വാക്കണേ ആമേൻ. എസെക്കിയേൽ പ്രവാചകന്റെ 47:5 പറയുന്നു, നീന്തിയിട്ട് വീണ്ടും 1000 മുഴം അളന്നപ്പോൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വണ്ണമുള്ള തലത്തിലേക്ക് വീണ്ടും മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. And we were once at our ankle and knee and waist. Now Ezekiel 37:5 again he measured 1,000. It was a river that I could not pass through. It was deep enough to swim in. എല്ലാവരും ബൈബിളും തുറന്നാട്ടെ. എസെക്കിയേൽ ആമേൻ chapter 47 verses 5. Turn your attention with me to Ezekiel chapter 47 verse 5. മതി. ഈ 1000 മുഴം അളന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനുശേഷം ഒരു പ്രത്യേകതയുണ്ട്. There's a special meaning when it says about this 1,000 cubits. സ്പെഷ്യൽ മീനിങ് എന്ന് പറയുമ്പോൾ ഇപ്രകാരമാണ്, ഈ ഒന്നാമത് 1000 മുഴം അളന്നിട്ട് അവിടെ കാണാൻ കഴിയും, അതിൽ കൂടെ എന്നെ നടക്കുമാറാക്കി. Once we measured 1,000, then we can see that he led me through ഇങ്ങനെ that. നോക്കിയാൽ വായിച്ചാൽ കാണാൻ കഴിയും. 3 വാക്യം നോക്കണേ, വെള്ളത്തിൽ കൂടെ എന്നെ കടക്കുമാറാക്കി. That he himself led me through the water. രണ്ടാമതും കാണാൻ കഴിയും, മുട്ടോളമാകുമ്പോഴും അവിടെ വെള്ളത്തിൽ കൂടെ എന്നെ കടക്കുമാറാക്കി. Then when it was reached the knee, he himself still led me through the water. ഈ അരയോളം എത്താനും ദൈവം വെള്ളത്തിൽ കൂടെ എന്നെ കടക്കുമാറാക്കി. Even it came up to my waist, he still God പക്ഷേ still led me. 5-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ ഒരു പദത്തെ കാണാൻ കഴിയത്തില്ല. But now that we come to verse 5, we see it in a different way. ആമേൻ. അതിനകത്ത് അതിന്റെ അർത്ഥം കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് കൈവിട്ടെന്നല്ല അതിന്റെ അർത്ഥം. When we go deeper, it's not meaning that God let us go. ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി അവിടെ കാണിക്കുകയാണ്. It resembles a spiritual maturity happening there. കർത്താവിന് ഉറപ്പാണ്, ഏത് പ്രതിസന്ധിക്കകത്തും ആമേൻ തനിയെ നടക്കാൻ കഴിയുന്ന ഒരു ആത്മ മനുഷ്യൻ ആമേൻ ഈ ഭക്തന്റെ ജീവിതത്തിനകത്തുണ്ട്. Jesus has a full assurance that no matter what they go through, if they're this deep, no matter what, they will conquer. നമ്മൾ ഇപ്പം ഞാൻ എലൈജയെ തന്നെ ഉദാഹരണം പറയാം. ചിലവും പറയും, ഡാഡി വാഹനം ഓടിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ആമേൻ ഈ പുറേ എന്തിനും ലൈറ്റ് ഇടാൻ പറയും, രാത്രി പുറേ ലൈറ്റ് ഇടാൻ പറയും. When we're traveling through the night, Elijah in the back will tell me, turn on the light. അപ്പോൾ ഞാൻ പറയുന്നത്, മക്കളെ ഞങ്ങളുണ്ട്, ഞാനും മമ്മിയും ഉണ്ട്, സോ നീ എന്ത് ചെയ്യണ്ട, വറി ആകണ്ട. And he says, Dad and Mom, I'm with you, or we're with you, so you don't fear. ആ ഇരുട്ടിനകത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുക. So we're saying aloud, I am with you even in the dark time. പക്ഷേ ഇവിടെ ആരെ കെവിനെ നോക്കി കെവിൻ പറയുക, അല്ലെങ്കിൽ ആമേൻ എൽവിൻ പറയുക, പപ്പ മമ്മി രാത്രിയാ ആമേൻ വണ്ടിക്കകത്ത് ലൈറ്റ് ഇടാൻ പറഞ്ഞെങ്കിൽ എന്നാ പറയും? Imagine if Kevin or Elvin says, Dad and Mom, turn on the light, it's dark outside. മറുപടി ഷിനോച്ചാന്റെ ബിച്ചാന്റെ ഹൃദയത്തിൽ വന്നെന്ന് എനിക്കറിയാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നിരുന്നാലും ആമേൻ അതവർ പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞ, മോനെ നിനക്ക് പ്രായം എത്രയെന്ന് ചോദിക്കും. The response back, man, how old are you? അറ്റ്ലീസ്റ്റ് അങ്ങനെ മാന്യമായ പദമെങ്കിലും ഉപയോഗിക്കും. At least in a simple way they'll say that to them. അത് ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് ഉറപ്പാണ്, ആ വാഹനത്തിന്റെ അകത്തെ ആ ഇരുട്ടിനെ ജയിക്കാൻ കഴിയുന്ന ഒരു പ്രായത്തിനകത്തേക്ക് അവരെത്തി. The parents have full assurance they have reached an age to overcome that fear of darkness inside of that ക്രിസ്തീയ car. ജീവിതത്തിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില എപ്പോഴും നാം ദൈവശബ്ദങ്ങൾ കേൾക്കാറില്ല. One thing we always in our Christian life is not we always hear the voice of God. എപ്പോഴും ആരാലും ദൈവസഭ വന്നെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ദൈവശബ്ദങ്ങൾ കേൾക്കാറും. ഞാൻ പദത്തിലേക്ക് വരാം. ആമേൻ. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്ന പോലെ ദൈവം നമ്മൾ സംസാരിക്കാറില്ല. Whoever comes here and speak, we may not receive what we were expecting to hear. നിശബ്ദം എന്ന് നമുക്ക് തോന്നും. We may think that it's just a silence or പക്ഷേ something that we കുടുംബങ്ങൾ don't നമ്മളെല്ലാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, നമ്മെ അതിനകത്തുകൂടെ നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു പരിജ്ഞാനവും പക്വതയും ദൈവം നമ്മെ മുന്നമേ നമ്മെ നടക്കുമാറാക്കിയ അരയോളം നരയാണിയോളം മുട്ടോളം അരയോളമുള്ള ലൈഫ് സ്റ്റൈലിനകത്ത് നമ്മെ കരം പിടിച്ചും നടത്തിയ ഒരു
പ്രത്യക്ഷമായ വിസിബിളായിട്ടുള്ള ജീവിതയാത്രകൾ നമ്മുടെ We all ജീവിതത്തിനകത്തുണ്ടായിരുന്നു. have seen the visible action of God Himself carrying us through the water from ankle to knee to waist, and now we're this deep അതുകൊണ്ട് here. വിസിബിളായി എപ്പോഴും കരം കണ്ടില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ദൈവം നിങ്ങളെ കാണുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ ദൈവത്തിൽ, നിങ്ങൾ ക്രിസ്തുവിൽ വളർന്നത് കൊണ്ടാണ് ചിലപ്പോൾ വിസിബിളായി കാണാതെ നിങ്ങളെ തന്നെ അതിനകത്ത് നടത്തുവാൻ ദൈവം നിങ്ങളെ ശക്തരാക്കി You and I മാറ്റുന്നത്. may not see the visible hand of God, but it's because of the maturity of your spiritual and Christian walk with പക്ഷെ God. നമുക്കത് എപ്പോഴും മനസ്സിലാകാറില്ല. But we may not understand this at നമ്മൾ all എപ്പോഴും times. കർത്താവ് ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. We always say, God, I can't do this. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ എന്നെ നടത്തിയതിനായി But സ്തോത്രം. when we look back, we always say, God, thank you for leading me ആമേൻ. this far. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വണ്ണം ജീവിതയാത്രയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ ഒരു കാര്യം പറയാം, ആരും കരം നീട്ടുന്നില്ലെന്ന് പറഞ്ഞാലും കരം നീട്ടാൻ തക്കവണ്ണം ബലമുള്ളവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആത്മാവിൽ എത്ര And remember that വിശ്വസിക്കുന്നുണ്ട്. we cannot pass through, but have to deeply swim in. We can full assurance that the hand of God moved along with യൗവനക്കാരെ us. മക്കളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കണം. You need to pay attention to this very carefully. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ വളർത്തുവാൻ നിങ്ങൾ മറന്നു In your പോകും. heart, do not forget to raise your life in a Christian walk. നമുക്കെല്ലാം ജീവിതത്തിനകത്തുള്ള നമ്മൾ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെല്ലാം കൊടുക്കാൻ നമ്മൾ ഭയങ്കര നമ്മൾ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും. We are so eager to give something always to our വിദ്യാഭ്യാസം children. കൊടുക്കും, ആഹാരം കൊടുക്കും, വസ്ത്രം കൊടുക്കും. നമ്മളെല്ലാം നന്നായി കൊടുക്കാൻ We're ആഗ്രഹിക്കുന്നവരാണ്. always eager to give them food and clothes and everything else that they need. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കളെ നമ്മൾ ആരും അവരെ നിത്യതയെ കൊടുക്കുവാൻ തക്കൊണ്ട് നാം ആരും മറന്നു But do പോകരുത്. not forget to give them the eternity into their ആ lives. നിത്യതയെ കൊടുക്കണമെങ്കിൽ ഞാൻ ആ നിത്യയിൽ If you want to give നടക്കുന്നതായിരിക്കും. them eternity, you need to walk in eternity. ഞാൻ മുൻപോട്ട് പോകുന്നു. I'll move forward. സ്തോത്രം. ഈ വെള്ളത്തിൻ്റെ അളവ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. നമുക്ക് നന്നായിട്ടറിയാം വെള്ളം എന്ന് പറയാം. നിങ്ങൾ ഞാൻ പിന്നെ അത് പറഞ്ഞ ഒത്തിരി സമയം പോകുന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും പോകാതെ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉള്ളവരാണെന്ന് അറിയാം. ഇല്ലെങ്കിൽ കഴിഞ്ഞ മെസ്സേജ് യൂട്യൂബിൽ പോയി കേട്ടാൽ മതി. ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിൽ കൂടെ വരാൻ കഴിയും. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയുന്നുള്ള കാര്യമാണ്. In this water, as we keep on going deeper, we have to understand we have to swim in this water അവിടെ now. ഒറ്റ വാക്കിൽ പറയാൻ കഴിയും മോനെ, അത് ഇപ്രകാരമാണ്. അത് ഫുള്ളി പരിശുദ്ധാത്മാവിൽ സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന ഒരു യാത്ര. We're in a journey now. We're fully submerged and surrendered into the life of the ഒറ്റ വാക്കിൽ പറയാം, അത് ഭയങ്കര എളുപ്പമാണെന്ന് പറയും. We may say things very quickly. ഒട്ടുമല്ല. No, it's not. ഏറ്റവും പാടുള്ളൊരു It's the കാര്യമാണ്. most hardest thing. കാരണം ഫിന്നി എന്ന വ്യക്തിത്വത്തെ മാറ്റി നിർത്തിയിട്ട് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിക്ക് അനുസരണം ജീവിക്കാന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യം. It is very hard for it's no longer finny, but it's to live according to the Holy Spirit. പക്ഷേ So hard. സ്വർഗ്ഗം നമ്മളെ But heaven സഹായിക്കുമാറാകട്ടെ. Himself will help ഓക്കെ, us. ഇനിയും ആ വാക്യത്തിന് ഈ വെള്ളത്തെ പറ്റി വെള്ളം എന്താണെന്നുള്ളത് ഞാൻ ആദ്യത്തെ ദിവസം ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഭാഗത്തെ ചിന്തിച്ച് നാം മുമ്പോട്ട് പോകുകയാണ്. I spoke earlier. What is the water? Now I will understand more deeper of what it is now. From where this water From is where coming. this water is That is coming what in. we are going to think. That's what we're today. going to. Okay. Ezekiel chapter 41, 47 verses 1. എല്ലാവരും Ezekiel chapter 47 verses 1. ആ. ഓക്കെ, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. Water was issuing from below the threshold of the temple. അപ്പോൾ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഈ വെള്ളം. So this living water is coming from the temple itself. എന്താണ് ഏതാണ് ഈ ആലയം, ഏതാണ് ഈ So മന്ദിരം? what is this temple that we hear? നോക്കിക്കേ, ഈ ഒരു അത്യത്ഭുതമായ നദിയെ അല്ലെങ്കിൽ ഈ സൂപ്പർ നാച്ചുറൽ നദിയെ ഒഴുക്കി വിടുന്ന, അല്ലെങ്കിൽ ഈ വെള്ളം അങ്ങ് സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ ആ മന്ദിരവും സൂപ്പർ നാച്ചുറൽ ആയിരിക്കും. If this living water is very spiritual, then that temple itself has to be supernatural. ഏതാണ് ആ മന്ദിരം? So what is that temple? ഒരുമിച്ച് നിങ്ങളുടെ കൂടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് വരണം. Turn with me to Revelation. Revelation chapter 21 Chapter 21. verses 10 പിന്നെ 16 മുതൽ ഒന്ന് വായിക്കണം. ആ ആ അമ്മേ മതി. ഇനി 16 മുതൽ അത് ആ വിശുദ്ധ നഗരം എന്തെന്ന് അത് 16 മുതൽ വായിക്കുക. എന്നാലേ ആ മന്ദിരത്തിലേക്ക് ഒന്ന് കയറാൻ പറ്റത്തുള്ളൂ. ആ ആ ആ ആ
അടുത്ത വാക്ക് ശ്രദ്ധിച്ച് വായിക്കണമേ. ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീഥി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായി. ഓക്കെ, ഞാൻ ഈ പദങ്ങൾ ഇത്രയും വായിക്കാൻ കാരണം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന വിശുദ്ധ നഗരത്തെ പറ്റി അവിടെ വ്യക്തമായി And പറയുകയാണ്. so we're seeing the huge high mountain, the Jerusalem, the holy city that is coming down here. അത് മനുഷ്യ ചിന്തകളെക്കാളും എല്ലാം അപ്പുറമായിട്ടുള്ള വർണ്ണന ഇവിടെ എഴുതിയിരിക്കുന്നു. It's something more than what human man can കർത്താവിന്റെ imagine. വരവ് താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം നമുക്ക് നൽകി തന്നാൽ അതിന്റെ അളവിനെ പറ്റി ഒരു പ്രാവശ്യം ഞാൻ കർത്താവ് നിയോഗത്തോടെ ഇവിടെ സംസാരിക്കുന്നു, പിന്നത്തിൽ If the സംസാരിക്കുന്നു. Lord's coming tarries, I would really like to talk about this even more പക്ഷെ ഇവിടെ later. മനസ്സിലാക്കേണ്ട കാര്യം അതിന്റെ ഒരു പദം നിങ്ങൾ ഒന്നും കൂടെ വായിക്കുമ്പോൾ അത് എത്രമാത്രം ഭയങ്കര വലുതുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിർത്തി വായിക്കാൻ പറഞ്ഞത്. വേഴ്സ് 21 കാണാൻ കഴിയും, ഓരോ ഗോപുരവും ഒരു ഗേറ്റും ഓരോ മുത്തുകൊണ്ടുള്ളതായിരുന്നു. And each gate, verse 21, each gate was made out of a single pearl itself. ഒരു സിംഗിൾ പേളിന്റെ ഉയരവും വീതിയും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ആ ഗേറ്റിന്റെ വലിപ്പം എന്ന് The പറയുന്നത്. pearl itself, the height and the width is much greater than what we can ever imagine. The gate itself is much larger അപ്പോൾ than that. വരാനുള്ള ജെറുസലേം സിറ്റി എന്ന് പറഞ്ഞ അത്ര വലുതാ. So the Jerusalem, the holy city that's coming, is so huge we can't imagine. അത്ര വലിയ ആ ജെറുസലേം സിറ്റി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ It's that big Jerusalem, Holy Spirit, that city that comes down. നാം എല്ലാവരും യഥാർത്ഥത്തിൽ ഞാൻ നമ്മുടെ ഒരു മലയാളി ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും എവിടെ പോയാലും നാം ആദ്യം അന്വേഷിക്കുന്ന എന്തുവാ? ഞായറാഴ്ച ആരാധിക്കാൻ എവിടെയെങ്കിലും ഒരു ചർച്ച ഉണ്ടോ എന്നുള്ളത്. Where we go on Sundays, we always see, is there a church ആ nearby? ഒരു കാഴ്ചപ്പാട് നിങ്ങൾ എൻ്റെ കൂടിഞ്ഞു വരിക, മനസ്സിലാൻ വേണ്ടി. And that with vision come forward. പക്ഷെ ഇത് ഇത്ര വലിയൊരു സിറ്റി ആയിട്ടും അതിനകത്ത് എന്നാ ഇല്ലെന്നറിയാമോ? മന്ദിരമില്ല. And even if it's this big of a city, there's no temple that's seen നോക്കി there. 22 വാക്യത്തിലേക്ക് നോന്നേ. Verse 22. മന്ദിരം അതിൽ കണ്ടില്ല. I didn't see a temple in അത് the city. സത്യം പറയാം എല്ലാവരുടെ ഒരു വറിയായിട്ട് അവിടെ കാണുന്നത്. And everyone's seeing it as a big worry there. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് അതിന് കൂടെ ചേർന്ന് പറയാം, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. That's because the Lamb and the Lord God who rules over all are its temple. അപ്പോൾ ആ നഗരത്തിന്റെ ആ ജെറുസലേം സിറ്റിയുടെ ടെമ്പിൾ ആരാ So യഥാർത്ഥത്തിൽ? who is the temple of the Jerusalem city? ഒന്നുകൂടെ പറഞ്ഞ അവിടെ ആരാധിക്കേണ്ടത് ആരെയാണ്? So who are we supposed to worship there? സ്വച്ഛ സ്ഫടികമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഒരു പേളായി ഒരു ഗേറ്റ് ആയി തന്നെ വലിയ പേള് കാണുമ്പോൾ ഇതിനെ ആരാധിക്കാന്നല്ല, അതിനേക്കാളും എല്ലാം അപ്പുറമേ. അതുകൊണ്ടാണ് നാം പറഞ്ഞത് സൗന്ദര്യത്തിൻ പൂർണ്ണതയാ സിയോൻ എന്ന് പറയുമ്പോൾ ആ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ആർക്കും കഴിയത്തില്ല. ഏതൊക്കെ വൈഡൂര്യം, ഏതൊക്കെ നിലവാരത്തെ പത്മരാഗമായാലും ഏതൊക്കെ പേളായാലും അതിനേക്കാളും സൗന്ദര്യമേറിയ ഒരു മന്ദിരം അതിനകത്തുണ്ട്. No matter how great or big the size of the pearl is, there's someone who is much more beautiful inside of that city itself. ഞാൻ പറയും നമ്മളെക്കാൾ എല്ലാം വെളിപ്പാട് നമ്മുടെ അപ്പന്മാർക്കൊക്കെ ഇത് ലഭിച്ചപ്പോഴാണ് ഇവർ സകലതും എപ്പോഴും ഇത് പറയുന്ന കാര്യമാണ്, വലിച്ചെറിഞ്ഞിട്ട് അവന് കർത്താവിന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ച് ഇറങ്ങാൻ It is more the തക്കണം. revelation to our parents when they received it. They threw away everything and started following after the kingdom ഓക്കെ, of ഞാൻ God. അവിടെ മാത്രം എനിക്ക് മുൻപോട്ട് അങ്ങ് I'm പോവുകയാണ്. moving forward. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 15, Revelation chapter 7 verses 15 ഒന്ന് വന്നാട്ടെ. ആ മന്ദിരം ഒന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ Revelation 7 verse 15, അതുകൊണ്ട് അതല്ലേ ആ ആ ആ അപ്പൊ നോക്കിയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ ആരാ? അതാണ് അവരുടെ കൂടാരം. So that's the temple of God. ആമേൻ. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം തന്നെയാണ് അവരുടെ കൂടാരം. So in that temple who is sitting is God himself who are there ഞാൻ ആ worshiping. മന്ദിരത്തെ മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുണ്ട് പദങ്ങൾ പറയുന്നേ ഉള്ളൂ. ജോൺ ചാപ്റ്റർ 2 verse 21 ഒന്ന് വന്നേ. അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചാകുന്നു പറഞ്ഞത്. But the temple Jesus spoke of was his own body. ഇനി 1 Timothy chapter 3 verse 15 ഒന്ന് വന്നേ. First Timothy chapter 3 verse 15. താമസിച്ചു പോയാലോ സത്യത്തിന് തൂണും അടിസ്ഥാനവുമായി അടുത്ത വാക്കാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. അപ്പോൾ ഈ മന്ദിരത്തിന് എന്തോ ഉണ്ടെന്നറിയാമോ മക്കളെ? ജീവനുണ്ട്. So what is it about this temple? There's life in there. ഇങ്ങനെ പറയാം, സഭയ്ക്ക്
സഭയ്ക്ക് ജീവനുണ്ട്. So in the church itself there is life. ആരാണ് സഭ? Who is this പുതിയ church? നിയമത്തിൽ മന്ദിരം ആരാ? Who is this new ഈ Jerusalem? കർത്താവിന്റെ വരവ് ഇതിന് ആഗതമായിട്ടില്ല. പക്ഷെ ഈ മന്ദിരം ആരാ? So what is this ഞാനും temple? നിങ്ങളുമാണ്. It is me and you. ആമേൻ. ഈ സഭയ്ക്ക് എങ്ങനെ ജീവൻ വരുന്നേ? How does this church come life? എനിക്ക് എങ്ങനെ ജീവൻ വരുന്നേ? How is there life in me? കർത്താവിന്റെ ആത്മാവിനാൽ ഈ സഭയാകുന്ന മൺകൂടാരത്തിന് ജീവൻ Because വരുന്നു. of the living spirit that's amongst me and you in this church. ആമേൻ. അതുകൊണ്ട് ആ വെളിപ്പാടിലാണ് പൗലോസ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 16 and 17 വളരെ ഫേമലി ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും വായിച്ചോമേ. ആ ഓക്കെ, അപ്പൊ എന്താ വസിക്കുന്നേ? So what is living in you? ദൈവത്തിന്റെ ആത്മ വസിക്കുന്നു. It is spirit of God that lives amongst you. ജീവനായ ആത്മ The വസിക്കുന്നു. living spirit of God. അതല്ലേ മുൻപേ വായിച്ച ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. That this living spirit of God is in the അപ്പൊ temple മോനെ, itself. സഭയ്ക്ക് എനിക്കും നിങ്ങൾക്കും ജീവൻ തരുന്നത് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം അല്ല, പാസ്റ്റേഴ്സ് അല്ല, മറ്റാരുമല്ല, എന്നിലും നിങ്ങളും പകരുന്ന ആത്മാവാണ് എനിക്ക് നിങ്ങൾക്ക് ജീവൻ It നൽകി is not the തരുന്നത്. sound system or the pastor, anyone here that gives you life, but it's God's spirit himself who is giving us life. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 19 വാക്യം ഇപ്രകാരം പറ. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 6 വേഴ്സസ് 19. ആ കണ്ടോ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനമാകുന്നു നിങ്ങളുടെ ശരീരം, അല്ലെങ്കിൽ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. Don't you know that your bodies are temple of the Holy Spirit? അതുകൊണ്ടാണ് ജനി പാസ്റ്റർ പറഞ്ഞ കൂടെ പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, ദൈവം അങ്ങ് വിലയ്ക്ക് So വാങ്ങി, God saying He bought you with a debt. പുത്രനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് ഈ മന്ദിരത്തെ ദൈവം അങ്ങ് സ്വന്തമാക്കുക. So He bought you with a big price. He's making you His own. അപ്പൊ ഈ സ്വന്തമാക്കിയ മന്ദിരത്തോടെ വചനം വിളിച്ചു So He's പറയുന്നത്, calling to this temple itself. ദാഹമുണ്ടെങ്കിൽ എന്റെ അരികിലേക്ക് വാ, If you thirst, come to me. എന്റെ ഉള്ളിൽ ജീവജല നദി Out of പുറപ്പെടുക. me, living water will അത് flow. നിങ്ങൾ കുടിക്കുമ്പോൾ ആ ആത്മാവ് നിങ്ങളിലേക്കാവും. Once you drink that living water, the Spirit will come in അപ്പോൾ you. ഈ മന്ദിരത്തിൽ നിന്ന് So പുറപ്പെടും from വെള്ളം. that temple, go എത്ര forward. വെളിപ്പാട് How മനസ്സിലായി? many of you understand the നോക്കിയേ, revelation? എന്താണ് എസെക്കേൽ പ്രവചന പുസ്തകത്തിൽ എന്താ വായിച്ചേ? What do we see in Ezekiel? ആമേൻ. മന്ദിരത്തിൽ നിന്ന്, മന്ദിരത്തിൽ ഉമ്മരപ്പടിയിൽ നിന്ന് എന്ത് ചെയ്യുക, ആ നദി Out of പുറപ്പെടുക. the foundation of the temple, the living water is അപ്പോൾ പുതിയ flowing. നിയമത്തിൽ ഞാനും നിങ്ങളോ So മന്ദിരം. who are me in the New Testament here? ആമേൻ. അപ്പോൾ എന്നിൽ നിന്ന് നദി പുറപ്പെടുക. Out of me, that living water is നോക്കിക്കേ, flowing. അങ്ങനെ ഈ എസെക്കേൽ പ്രവചന പുസ്തകം പറഞ്ഞു, ഈ നദി പുറപ്പെട്ടല്ല മോനെ, അത്യത്ഭുതങ്ങൾ So സംഭവിച്ചു. wherever this living water was, miracles and wonders were ആമേൻ. ഒറ്റ happening. വാക്യം മുമ്പിൽ ഞാൻ അത് വിസ്തീർണത്തിലേക്ക് വരാം. ആമേൻ. ആമേൻ. മരുഭൂമികൾ, ആമേൻ, ഡെസേർട്ടുകൾ മോനെ, ആമേൻ, ഉദ്യാനമായി ഗാർഡനായി മാറി. And out of the wilderness and the desert, the gardens are starting ആമേൻ. to rise. ജീവൻ പ്രാപിച്ചു. And life is starting. മരിച്ചത് എഴുന്നേറ്റു. The dead are arising. ഒറ്റ കാര്യമേ ഉള്ളൂ, One thing ഈ only. മന്ദിരത്തിൽ ജലം ഒഴുകാൻ Out തുടങ്ങി. of this life, the living water ആമേൻ. starts നമ്മളിൽ flowing. നിന്നും ആത്മാവിന്റെ പകർച്ച ഭവനങ്ങൾക്കകത്തുണ്ടാകുമ്പോൾ ആമേൻ, ആ ഭവനങ്ങളുടെ അന്തരീക്ഷത്തിന് Once മാറ്റമുണ്ടാകും. maturity of spirit that happens within us, there's something greater that നമ്മളിൽ happens. നിന്ന് ആത്മാവിന്റെ പകർച്ച തലമുറയിലേക്ക് പകരുമ്പോൾ തലമുറയ്ക്ക് മാറ്റമുണ്ടാകും. The spirit that happens in us when it starts to children, it starts to change നമ്മളിൽ them. നിന്ന് ആത്മാവിന്റെ പകർച്ച ഇല്ലാത്തതാണ് നമ്മുടെ വിഷയം. Because we don't have the spirit is our problem here today. സ്തോത്രം. Amen. ആത്മാവിന്റെ പകർച്ച അന്യഭാഷയല്ല. The spirit of God is not തെറ്റിദ്ധരിക്കരുത്, speaking അത് in tongues. അടയാളമാണ്. ഞാൻ വിശ്വസിക്കും അന്യഭാഷ പറഞ്ഞ വ്യക്തിയെ അന്യഭാഷ എതിര് പറഞ്ഞു, അതല്ല നിങ്ങൾ ആ രീതി എടുക്കരുത് പറഞ്ഞാൽ അത് മാത്രമല്ല, It is not only speaking in tongues. നമ്മുടെ 5 മിനിറ്റത്തെ പകർച്ചയേ ഉള്ളൂ. In 5 minutes we only have that പക്ഷെ growth. 24/7 ഒഴുകാൻ തക്കവണ്ണമാണ് ഈ ആത്മാ നദി നമ്മളിലേക്ക് ദൈവം നൽകി But the തന്നത്. outflowing is within the 24 hours, the 7 days of the week, the spirit of God goes through you. ഇതില്ലാത്ത സഭകൾ വളരത്തില്ലെന്ന്. Otherwise the church will not grow. ആമേൻ. സ്തോത്രം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നോട് വിഷമം തോന്നരുത്. ആമേൻ. സ്തോത്രം. ആമേൻ. പെന്തക്കോസ്ത് മീൻ ടാങ്കിനകത്ത് കിടക്കുന്ന മീനുകൾ വന്ന് കൂടിച്ചേരുന്ന വലിയൊരു സഭയല്ല കർത്താവിന് വേണ്ടത്. It's like a fish tank. It's not church is not a fish tank where fishes are just coming together at a certain time. ആമേൻ. ഞാൻ മനസ്സിലായവർക്ക് ഞാൻ വിശ്വസിക്കുന്നു. I hope you understand. എന്ന് what- പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് കടന്നു, എല്ലാവരും എന്നെ ക്ഷമിക്കണം, നിങ്ങളെ ഉദ്ദേശമല്ല പറയുന്നത് കേട്ടോ. സ്റ്റേറ്റിൽ കടന്നു വരുമ്പോൾ ആമൻ 10 പേര് നമ്മുടെ ദൈവസഭയിൽ കൂടി വരും. ആമൻ വീണ്ടും അത് എണ്ണത്തിൽ വർദ്ധിക്കും. ഇവിടുത്തെ സഭകളിലൊക്കെ നമ്മൾ എല്ലാവരും കാണുന്നത്, ഈ സഭ മാത്രമല്ല പെന്തക്കോസ്ത് ഗോളം മുഴുവൻ ഇപ്പോൾ കാണുന്നൊരു കാര്യമാണ്. അങ്ങനെ വർധനവിന്റെ കാര്യമല്ല ദൈവമക്കളെ നാം The മനസ്സിലാക്കേണ്ടത്. growth of the church is not coming from
different zaits and joining together നമ്മൾ as നിന്ന് one. പാസ്റ്റർ ഇത് നമ്മുടെ എല്ലാം വിഷയം പാസ്റ്ററിൽ നിന്ന് ഒഴുകി ചിലരെ രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവരണം എന്നൊരു ഡ്യൂട്ടി അങ്ങ് പറഞ്ഞിരിക്കുന്നു. Many people are given pastor job for the അങ്ങനെ spirit of അല്ല flow. വചനം പറയുന്നത്. That's not what the word of God says. അങ്ങനെയല്ല വചനം പറയുന്നത്. That's not what the word says. എന്നിലും നിന്നിലും നിന്ന് ഒഴുകേണ്ടതായിട്ടുള്ള ആ നദി ഒഴുകിയെങ്കിൽ മാത്രമേ ചിലരെ കൂടെ വല വിരിച്ച് ആ മീനിനെ പിടിക്കാൻ, അല്ലെങ്കിൽ ആ പാപത്തിൽ കിടക്കുന്ന ചില വലിച്ചെടുക്കണമെങ്കിൽ നമ്മൾ കൂടെ നദി ഒഴുകിയേ പറ്റത്തുള്ളൂ. Only if we can save others out of ourselves, there has to be an outpouring of the Spirit of God Himself. ഓക്കെ, മുൻപോട്ട് വേഗത്തിൽ പോവുകയാണ്. അവിടെ കാണാൻ കഴിയും വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47 അധ്യായത്തിൽ എസെക്കിയേൽ ചാപ്റ്റർ 47ലേക്ക് വന്നാട്ടെ. Come back to Ezekiel chapter 47. അതിന്റെ വേഴ്സ് 8 ഒന്ന് നോക്കിക്കേ. അപ്പോൾ അവൻ എന്നോട് അരുളിച്ചെയ്തത്, യാ ഈ വെള്ളം കിഴക്കേ ഗലീലയിൽ നിന്ന് പുറപ്പെട്ട് അരാബിയയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഓക്കെ, ഞാൻ ചോദിച്ചു കർത്താവ് എന്തു ഈ അരാബ് ആ പദം അങ്ങനെ അങ്ങനെ പോകാൻ കാരണം And I എന്താ? asked God, why is this water going in this direction? അപ്പോൾ ഒരു ഭക്തൻ ആമേൻ എന്ത് ചെയ്യുന്ന ഈ നദിക്കകത്താ. And so this righteous man is in the അവന്റെ water. ജീവിതത്തിൽ ഭയങ്കര സന്തോഷമാണ്. He has so much joy. അവനെ ഇങ്ങനെ കർത്താവ് നടക്കുമാറാക്കുക. That God is still walking with him. നടക്കുമാറാക്കുക. He's still walking with ആമേൻ. him. ഈ നടക്കുമാറാക്കുമ്പോൾ എനിക്ക് ഭയങ്കര കാരണം കർത്താവിന്റെ കരുത്തി I am പിടിച്ചിട്ടുണ്ട്. so happy because God is holding my hand. മക്കളെ എന്നെ നൂന്നിരുന്ന് എല്ലാവരും ശ്രദ്ധിച്ചേട്ടെ. ആമേൻ. നോക്കിക്കേ, എന്നെ കർത്താവ് So നടക്കുമാറാക്കുക. God is holding my hand and still walking. എനിക്കറിയാം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രായത്തിലെല്ലാം ഞങ്ങളെല്ലാം ഇതുപോലെ ഒന്നും ഒരുപക്ഷെ തലയിലോട്ട് കയറി I know എന്നിരിക്കത്തില്ല. at this age that nothing of this is പക്ഷെ ഒരു getting into your കാര്യം, യു ആർ head. സിറ്റിംഗ് ഇൻ ദ പ്രസൻസ് But ഓഫ് know ഗോഡ്. that you're sitting in the presence അതാ of മക്കളെ God. ഞങ്ങളെല്ലാം ഇവിടെ That's നിർത്തിയിരിക്കുന്നത്. why we are standing here today. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വന്നിരുന്നാൽ മാത്രം മതി ആ ഒരു നനവ് നിങ്ങളുടെ ജീവിതത്തിൽ Only ഉണ്ടാവും. you have to sit in the presence of God, that living water will start flowing through പക്ഷെ you. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. But pay attention. നോക്കിയേ, അപ്പോൾ കർത്താവ് നടക്കുമാറാക്കുക. So God is still walking with me. പക്ഷെ അങ്ങനാണ് അടുത്ത് പറയുന്നത്, ഈ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ ഈ ആത്മനദിയിൽ അങ്ങായി. That's when the man himself has to swim now so പക്ഷെ deep. ഭക്തനെന്ന് അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ എനിക്ക് ഭയങ്കര But സന്തോഷമാണ്. as a righteous man, I'm so happy. എപ്പോഴും ദൈവ സാന്നിധ്യം, God's presence is എപ്പോഴും always ദൈവിക all ആനന്ദം, the time. God's time. ഭയങ്കര സന്തോഷം. So happy at this പക്ഷെ time. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞ ഈ വെള്ളം കിഴക്കേ ഗലയ്ക്ക് പുറപ്പെട്ട് അരാബിയയിലേക്ക് അങ്ങ് ഒഴുകി. Now it's moving towards that. അതിൻ്റെ തൊണ്ട് അറബി എന്നൊരു വാക്കുണ്ട്. എസെക്കിയേൽ ചാപ്റ്റർ 47 വേഴ്സസ് 8. Yeah, Araba. അപ്പം ഈ അതിന്റെ ജിയോഗ്രഫി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ If you understand the geography of എന്താണ് ഈ this, അരാബ എന്ന് പറഞ്ഞ സ്ഥലം what ഏതാ? is this place Araba? ഒന്ന് വായിക്കാമോ? ഡ്യൂട്രോണോമി ചാപ്റ്റർ 1 വേഴ്സ് 1 ഒന്ന് വായിച്ചേ. Deuteronomy chapter 1 verse 1. സൂഫിനെതിരെ പാറാനും ആ തോഫിനും ലാബാനും ഹസരോത്തിനും ആ ദീസഹാത്തിനും നടുവേ അടുത്ത വാക്ക് മാമേ, ആ വാക്ക്. കിഴക്കിലെ മരുഭൂമിയിൽ ആ അരാബിയിൽ വെച്ച് മോശ നോക്കിയേ, അപ്പോൾ ഈ അരാബ എന്ന് പറഞ്ഞ ഏതാ? So what is this മരുഭൂമിയാ. Araba? It is this അതിന്റെ wilderness. ജിയോഗ്രഫി ഞാൻ വായിക്കാൻ തൊക്കണോടെ We were reading this വായിച്ച് geography. ഇപ്പോഴാണ് മോനെ ഒന്നും കിളിക്കാൻ That സാധ്യതയില്ല. nothing can come up in that place. അതിനകത്തൂടെ നീന്താൻ, അതിനകത്ത് നദി ഉണ്ടെങ്കിൽ അതിലൂടെ ഒറ്റയ്ക്ക് നീന്താൻ ആർക്കും ആഗ്രഹമില്ലാത്ത നദി. ആ ഒരു Even പ്രദേശമാണ്. this is water that nobody wants to swim in that place. ആ വെള്ളം ഒഴുകുന്ന സ്ഥലം ഒരു ഭംഗിയുമില്ലാത്തതാ. Where the water's flowing, there's no beauty in that place. എന്ന് പറഞ്ഞ ഒരു പച്ചപ്പ്, ഒരു ഗ്രീനറി ഇല്ല, പച്ചപ്പും ഇല്ല, ഒന്നുമില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് പോകുന്നൊരു നദി. There's no beauty or greenery or anything. You're just going by yourself. മരുഭൂമിയിൽ കൂടെ പോകുന്നൊരു You're വഴി. going the journey of wilderness. ഇത് ആർക്കാ ഇഷ്ടപ്പെടുന്നേ? Who likes this? പക്ഷെ ആത്മാവിൽ നടത്തപ്പെടുന്നവരുടെ വഴിയിൽ ഒരു അരാബ ഉണ്ടെന്നുള്ള കാര്യം മറന്നു But പോകരുത്. those who are walking in the Spirit, you have to understand there's a journey that goes through പക്ഷെ Araba. അപ്പോഴും നമ്മൾ നീന്തുകയാണ്. But even there, so we're swimming. ആമേൻ. ഇരു കരയിലും നാം ഒന്നും കാണുന്നില്ല. We may not see anything right now. അപ്പോൾ ഞാൻ ആത്മീയ വെളിപ്പാടിൽ അങ്ങ് പറഞ്ഞു പോകാതെ അപ്പോഴും അവർ നീന്തുകയാണ്. I'm still swimming here. പക്ഷെ ഒറ്റക്കായി എന്നുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കും. But one thing will tell. ഞാൻ എന്റെ കുടുംബം മാത്രമായെന്ന് ചിന്തിക്കും. We may think it's my അയ്യോ family. എന്റെ ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ടെന്ന് I'm by ചിന്തിക്കും. myself on my work. എന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഞാൻ I'm ചിന്തിക്കും. so lonely in my life right now. ഞാൻ ഈ പറഞ്ഞു വരുന്ന അർത്ഥം എന്ന് പറയുന്നത് ആമേൻ, നമ്മൾക്ക് ആരോടും പറയാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ It's a വരും. journey where we can tell nobody else. വീണ്ടും here. ആത്മീയമാകാം, ഭൗതികമാകാം, ശാരീരികമാകാം, Whether മാനസികമാകാം. spiritual, physical, mental, whatever it is. ഏതിനകത്താണെങ്കിലും ഒരു ഭക്തൻ ഈ നദിക്കകത്താണെങ്കിൽ അവൻ അവിടെ മുങ്ങിപ്പോയെന്നല്ല, ആ നദി അതിലൂടെ ഒഴുകിച്ചെന്ന് ഒരിടത്ത് വീണെന്ന് No പറയുന്നത്. matter what he's going, he's not drowning there, but it's understanding that he is reaching ആ at some point നദി there. ആ മരുഭൂമിയിൽ നിന്ന് പോയ ചരിത്രമില്ല. There's no story or history that he was അരാബയിൽ stuck there. കൂടെ ആ നദി പോയി. That river was flowing through Araba. സ്തോത്രം.
എത്ര പേർക്ക് മനസ്സിലാക്കാൻ How many of കഴിയുന്നുണ്ട്? you understand this? യശയ്യാ പ്രവാചക പുസ്തകം 32 ഐശയ്യാ ചാപ്റ്റർ 32 വേഴ്സ് 15 ഒന്ന് വന്നേ. Isaiah 32 verse 15. പ്രകാരമാണ് ഉയരത്തിൽ ഐശയ്യാ 32 വേഴ്സ് 15 ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായും ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമി ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. That will continue until the Holy Spirit is poured out on us from heaven. Then the desert will be turned into rich farmlands. The rich farmlands will seem like a ഇതാണ് ഒരു forest. ഭക്തന്റെ ജീവിതം This സംഭവിക്കുന്നത്. is the life of a righteous man. ഈ മരുഭൂമിയിൽ കൂടി ഇങ്ങനെ വഴി ഒഴുകുക. As the river is going through this അയ്യോ wilderness, ഞാനും എന്റെ കുടുംബവും ഇങ്ങനെ പോവുക. only my family and I ഞങ്ങൾ are going like നീന്തുവോ കർത്താവേ, What is ആരുമില്ല. this? What is this, God? പക്ഷെ ഈ വാക്യം അടിവരയിട്ട് സൂക്ഷിച്ചോ. But underline this verse. ആമേൻ ആമേൻ. നിയോഗത്തിനകത്താണെങ്കിൽ ക്രിസ്തുവിലാണെങ്കിൽ ആമേൻ ഉയരത്തിൽ നിന്ന് ആത്മാവൻ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമിയെ വിശദീകരിക്കുന്ന ഭാഗമാണ് നമുക്കറിയാവുന്ന തന്നെ പറഞ്ഞു പോകുക. മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കായി ഉണ്ട്. If you're walking alone in the wilderness, there's a God who turns your desert into a rich പക്ഷെ നിങ്ങൾ farmland. നദിക്കകത്തായിരിക്കണം. But you have to be in the എത്ര water. പേർക്ക് ആഗ്രഹമുണ്ട്? How many have the eagerness? എന്റെ മരുഭൂമി ഉദ്യാനമാക്കി മാറ്റാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ആ കരങ്ങളും സ്വർഗത്തിൽ ഉയർന്നിരുന്നാട്ടെ. Turn my desert into a wilderness. ഓക്കെ, ഐശയ്യാ ചാപ്റ്റർ 43 വേഴ്സസ് 19 ഒന്ന് വന്നാട്ടെ. എന്താണ്? ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അടുത്ത വാക്ക്, അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും I'm ഉണ്ടാക്കും. going to make you a way for you through the deserts. മക്കളെ ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല. These things I ഇത് don't രണ്ട് like. നമുക്ക് ആർക്കും ഇഷ്ടമല്ല. I don't like these at പക്ഷെ ഈ all. നദി ഒഴുകുന്ന അരാബിയിൽ കൂടെ ഒഴുകുന്നത്. But this water's going പക്ഷെ through കർത്താവ് പറയാ ആ നദി ഒഴുകാൻ ഞാനൊരു വഴി ഉണ്ടാക്കും. Out of that water I will make a way. ആമേൻ. ആ നിർജ്ജന പ്രദേശത്ത് ഞാൻ അവിടെ നദികളെ വഴി ഉണ്ടാക്കി തരും. Giant desert place I will make a way. അത് ആർക്കും കാണാൻ കഴിയാത്ത അഗോചരമായ നമുക്ക് മാത്രമുള്ള വഴികൾ. ആർക്കും ആ വഴിയെ വരാൻ കഴിയത്തില്ല. ആ വഴി നമുക്ക് വേണ്ടി വെളിപ്പെടണമെങ്കിൽ ആത്മമണ്ഡലത്തിനകത്ത് ഇങ്ങനൊരു അരാബ ഉണ്ടെന്ന് ഞാനും നിങ്ങൾ Nobody വിശ്വസിക്കണം. else can see that way, but if you're in the Spirit, God Himself will reveal that there's a way for you in that Arabah. ഓ ജീസസ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് I will പോവുകയാണ്. quickly move. വേഴ്സ് 20 പ്രകാരം അതേ ഐശയ്യാ ചാപ്റ്റർ 43 വേഴ്സ് 20 പ്രകാരം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. That is because I provide water in the desert for my people to drink. I cause streams to flow in the dry and empty land. എന്താ നന്ദി കർത്താവേ നമ്മളെല്ലാം പറയുന്നത് എന്തുകൊണ്ടാ? Why do we always say thank you, God? നമ്മുടെ മരുഭൂമിക്കകസ്ഥകൾ സ്തോത്രം, ഞാൻ ദൈവം തിരഞ്ഞെടുത്ത എന്നെ ദൈവം മരുഭൂമി വഴിയായി വെള്ളത്തിൽ കൂടെ കടത്തുമ്പോൾ എനിക്ക് കുടിക്കാൻ ആ മരുഭൂമിക്കകത്ത് വെള്ളം തരുമെന്ന് എൻ്റെ അർത്ഥം. Because even if I go through the driest and the wilderness life, there's a God who provides for me that water. ഞാൻ വേഗത്തിൽ വീണ്ടും മുമ്പോട്ട് I will പോവുകയാണ്. continue moving forward. എസെക്കിയേൽ ചാപ്റ്റർ 47 വേഴ്സസ് 8 വീണ്ടും വന്നാട്ടെ. Come back to Ezekiel 47 അപ്പോൾ verse 8. അരാബിയയിലേക്ക് ഒഴുകിപ്പോകുന്ന ആ നദി വീണ്ടും ചെന്ന് വീഴുന്ന ഒരു കടലിലാണ് ചെന്ന് And വീഴുന്നത്. now the water is going through Arabia, it goes somewhere else into അവിടെ place. അവിടെ കാണാൻ കഴിയുന്ന ഡെഡ് സീ എന്ന് അവിടെ It goes into ഇവിടെ the Dead Sea. അതാ ജിയോഗ്രഫിയിൽ അവിടെ ഡെഡ് യോർദാൻ വഴി പോയി അത് ഡെഡ് സീ ചെന്ന് അവസാനിക്കുകയാണ്. It goes into that Dead Sea there. പക്ഷെ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം മക്കളെ, ഈ വെള്ളത്താൽ ആ ഡെഡ് സീ പത്യമായി ഫ്രഷായി But മാറും. out of that Dead Sea, when this water flows, it becomes a fresh sea. അയ്യോ നോക്കിക്കേ, അതെന്താ ഈ കാരണം എന്നറിയാമോ? Why is the reason? എന്താ കാരണം? ഇത് എവിടുന്ന ഒഴുകി തുടങ്ങി? Where did it start flowing? മന്ദിരത്തിൽ നിന്ന്. From the temple itself. നമ്മുടെ കഴിവാണോ? Because അപ്പൊ of me. നമ്മൾ അതിനകത്ത് നിന്നാൽ മതി. നമ്മൾ ഒഴുകി പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുക. എന്താ കാരണം എന്നറിയാമോ? എവിടുന്ന ഒഴുകി തുടങ്ങിയതാ കാരണം. Wherever you're standing, wherever the water's flowing, miracles happening, you have to remember where it എവിടുന്ന ഒഴുകി started. തുടങ്ങിയേ? Where did it start from? ഡെഡ് സീയിലാണ് ചെന്ന് വീഴുന്നത്. It goes into the Dead പക്ഷെ Sea. ഈ ഡെഡ് സീ ഒക്കെ ഫ്രഷ് ആകുക. Now this Dead Sea is becoming പക്ഷെ fresh. ഇന്നു വരെ ഡെഡ് സീ ഫ്രഷ് ആയിട്ടില്ല മാനുഷികമായി. Till now the Dead Sea has പക്ഷെ never ഫ്രഷ് become ആകുന്ന ഒരു fresh. കാലഘട്ടം പുറകെ But വരുന്നുണ്ട്. there's a time that's coming. പക്ഷെ It's coming എന്തുകൊണ്ടാ fresh. ഇപ്പൊ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? Why is it written like this? എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജല നദിയുണ്ട്. Out of me there's a spirit that
is എന്റെ flowing. ജീവിത വഴിയാത്രയിൽ അരാബയുണ്ട്. In my journey there's a പക്ഷെ river. മക്കളെ, അരാബയിൽ കൂടെ പോകുമ്പോഴും വീണ്ടും ചെന്ന് വീഴുന്നത് എന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ചില ഡെഡ് സീക്കകത്ത് ഞാൻ ചെന്ന് Even if I വീഴുന്നത്. go to a river, I even end up in a Dead Sea or ആണ് river. എനിക്ക് ആ കുഴിയിൽ നിന്ന് കേറാൻ I'm പറ്റുന്നില്ല. not able to come for this പക്ഷെ depth. പരിശുദ്ധാത്മ വിളിച്ചു The പറയുകയാണ്, Holy Spirit is saying, ഞാൻ അതിനെ ഫ്രഷ് I ആക്കും, will make it fresh. ഞാൻ അതിനെ I പഥ്യമാക്കും. will make it new and ആമേൻ, fresh. ആമേൻ, ഫ്രഷ് പഥ്യം, ഫ്രഷ്, ഞാൻ അതിനെ I പഥ്യമാക്കും. will make it fresh. എന്താ കാരണമെന്നറിയാമോ? Why is the reason? ആ നദി അവൻ ഒഴുക്കിയത് നീയല്ല, ഞാനല്ല, നമ്മളല്ല. ആ നദി ഒഴുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Outpouring didn't come from me and you, but it's power of the എന്ന് Holy പറഞ്ഞാൽ എന്റെ Spirit. സാഹചര്യങ്ങളെ തിരിക്കാൻ ഈ പരിശുദ്ധാത്മാവിന്റെ നദിക്ക് The പറ്റും. situation we can turn around is only by the Holy Spirit. ആ ഡെഡ് സീക്കകത്ത് മരിച്ചു കിടക്കുന്നതിനെ ജീവിപ്പിക്കാൻ ഈ പരിശുദ്ധാത്മാവിന് പറ്റും. The Holy Spirit can arise the one that is dead in that അയ്യോ, ഡെഡ് sea. സീക്കകത്ത് ഒരു മത്സ്യവുമില്ല. There is no life in പക്ഷേ that വചനം sea. പറയുന്നു, ഞാൻ വായിക്കാൻ സമയത്ത് പറഞ്ഞു വിടുക, വചനം പറയുക, അനേക മത്സ്യങ്ങൾ എണ്ണിക്കൂടാൻ കഴിയാത്ത കൗണ്ട്ലെസ് ആയിട്ടുള്ള മത്സ്യങ്ങളെ ഇതിനകത്ത് കർത്താവ് ക്രിയേറ്റ് And ചെയ്യുകയാണ്. we can see thousands and thousands of life coming up from this Dead Sea. അപ്പൊ ഒരു കാര്യം, So one thing, ഈ നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ പോകുന്ന വ്യക്തിയുടെ പ്രത്യേകത കൊണ്ടാണോ? is it because this person who's going this deep, is it because of what he has done? ഈ വ്യക്തിയുടെ പ്രത്യേകത അല്ല വിഷയം. Not because of his അയ്യോ, goodness. എന്നെ കൊണ്ട് ഇത് ജീവിപ്പിക്കാൻ പറ്റത്തില്ല. I cannot bring life പക്ഷെ to എന്നിൽ others. പകരപ്പെടുന്ന ആത്മാവിനാൽ അതിനെ ജീവിപ്പിക്കാൻ കഴിയും. Power of God that's residing in me can make എന്നിൽ life. പകരപ്പെടുന്ന ഈ ആത്മാവിനാൽ ജീവിപ്പിക്കാൻ കഴിയും. The Spirit of God that is in me can എത്ര bring പേർക്ക് അത് life. ഉറപ്പുണ്ട്? How many of the hope? ആത്മാ നദിയിലേക്ക് ദൈവസഭ Let ഇറങ്ങണം. the Spirit of God come into this. കുടുംബങ്ങൾ ആത്മാവിൽ The ജീവിക്കണം. family needs to arise in life. കുടുംബങ്ങൾ ആത്മാവിൽ പോരാടണം. Family needs to start waging in യൗവനക്കാരെ, war. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഗൗരവമായി Young എടുക്കണം. ones take Spirit of God very മക്കളെ, seriously. ഈ നദി ചെറിയ നദിയല്ല. This river water is not very ആമേൻ. ഇത് small. വെറുതെ പറയുന്ന നദിയല്ല. This water is not very simple and easy. ആത്മാവ് നിന്നിൽ നിന്ന് ഒഴുകി തുടങ്ങിയാൽ Once the Spirit of God pours from ആമേൻ, you, ചിലതിനെ ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. some can bring life to others. എത്ര പേര് How many വിശ്വസിക്കുന്നു? of you understand? എത്ര പേര് How വിശ്വസിക്കുന്നു? many of you can understand? ആത്മാവിൽ എത്ര പേര് How many of you in വിശ്വസിക്കുന്നുണ്ട്? the Spirit understand? ഞാൻ വേഗത്തിൽ കാര്യം പറഞ്ഞ വേഗത്തിൽ മുമ്പോട്ട് ഞാൻ Quickly, I'm പോകാം. moving കേറി വാ. forward. അവൻ നോക്കിക്കേ, പക്ഷേ അതിനകത്ത് വേറൊരു പദവും കൂടെ, അത് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പദമുണ്ട്. We have to understand something very seriously. വേഴ്സ് 11 ഒന്ന് വായിച്ചാട്ടെ. Verse 11. വേഴ്സ് 11 വായിച്ചാട്ടെ. ആ, അയ്യോ അമ്മാമേ, ഇവിടെ ഈ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ 9ഉം 10ഉം വാക്യത്തിൽ അത്ഭുതം നടക്കുമ്പോഴും 11ാം വാക്യത്തിൽ പറയുക, ആമേൻ, ചിലതിനെ കർത്താവ് അങ്ങ് വിട്ടേക്കുക. Though there's miracles and everything happening, we see in 11 God is cutting things off. ഈ വെള്ളം വീണിട്ടും Even if the water is flowing, there's nothing good. സ്തോത്രം. അതുകൊണ്ടാ വചനം, ഈ പൗലോസ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. 1 Corinthians chapter 1 verse 18 പറയാ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയാ. The message of the cross seems foolish to those who are lost, but it's God's power to us who are saved. ആത്മാവിൽ എത്ര പേർക്ക് How മനസ്സിലാക്കാൻ many of you കഴിയും? understand in the Spirit? നാം നശിച്ചു പോകരുത്, Do not be lost. നശിച്ചു പോകരുത്. Do not worry. ആമേൻ. ദൈവശക്തിയായി മാറണം. You need to move. എസെക്കിയേൽ chapter 47 verses 12 ഇപ്രകാരം പറയുന്നു, Ezekiel 47 verse 12. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോവുകയുമില്ല. അടുത്ത വാക്കുണ്ടോ, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട്, ആ വാക്കുണ്ടോ, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവരുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്ക് മുതുകും. അതിൻ്റെ അർത്ഥം രോഗങ്ങളില്ലെന്നല്ല, ഞാൻ പറഞ്ഞു രോഗങ്ങളില്ലെന്നല്ല, രോഗങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ നടുവിൽ ജയിച്ച് കയറാൻ കഴിയുന്നൊരു ആത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകി തരും. കാരണം എന്താ പറയുമോ, ഒഴുക്കുന്നത് പാസ്റ്റർ അല്ല, ഒഴുക്കുന്നത് പാട്ടുകാരല്ല, ഒഴുകാൻ തുടങ്ങുന്നത് മന്ദിരത്തിൽ നിന്നാണ്. The outpouring comes from the temple itself. അത് പറയുമ്പോൾ തന്നെ ആ ഒരു ഇന്നർ ഹീലിംഗും പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നു പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞത് How സ്വീകരിക്കാൻ many can കഴിയും? accept the inner healing that is happening as we're speaking? ഓ, ഞാൻ ഒരു പദവും കൂടെ, ഒറ്റ വാക്കും കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാൻ We'll say one more ആഗ്രഹിക്കുക. thing and end. കാരണം ഈ വെള്ളത്തെ ഇഷ്ടം, എനിക്ക് ബെസലേലിൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ അതിലേക്കൊന്നും ഞാൻ പോകുന്ന മെസ്സേജ് ഇന്ന് തന്നെ അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വെള്ളത്തിൽ നിന്ന്
കയറ്റും. അതുകൊണ്ട് ഞാനത് നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ. ബസലിൻ്റെ കാര്യം പിന്നൊരിക്കൽ സംസാരിക്കാം. മക്കളെ, ഈ വെള്ളത്തിൻ്റെ ഇത്രയും ഗൗരവമായി ഈ നദിയെക്കുറിച്ച് ഈ ബൈബിൾ പറയുക. And the Spirit is saying, the Word of God is saying how serious it is to be in this water. പക്ഷെ അതുകൊണ്ടാണ് ഈ ബൈബിൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും ഈ നദിയെക്കുറിച്ച് പറയുന്നു. That's why when the Bible ends, it says, talks about the living എന്നിട്ട് water. പറയും ഈ നദിയിൽ നിന്ന് കുടിക്കാൻ വീണ്ടും വരാൻ. ആമേൻ. വെളിപ്പാട് പുസ്തകം വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. The Revelation itself is saying, come again and drink from this നിങ്ങൾ water. എൻ്റെ കൂടെ വായിക്കണ കടേ. ആമേൻ. എല്ലാവരും ഒന്ന് എടുത്തേ. everyone please take Revelation 22 ഒന്ന് എടുത്തേ. അതെ, 11 മുതൽ 16 വരെ ഒന്ന് വായിക്കണം. വായിച്ചോ. അഴുക്കാകട്ടെ. വിശുദ്ധൻ. ഞാൻ വായിക്കാം. എല്ലാവരും ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അമ്മ സ്പീഡില്ലായിട്ടല്ല, പക്ഷെ എല്ലാവർക്കും ഒന്ന് കേൾക്കാം. ഓൺലൈൻ വഴി കേൾക്കാമെന്ന് ഞാനങ്ങ് വായിക്കാം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വേഴ്സ് 12, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദ്യം അന്ത്യമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകമാരും ബിംബാരികളും ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണം. അടുത്ത വാക്യങ്ങൾ. യേശു എന്ന ഞാൻ സഭകൾക്കു വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നു. വേഴ്സ് 17 വരിക എന്നും ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും. അടുത്തത് വരിക എന്ന് പറയട്ടെ. അടുത്ത വാക്കെന്താ? ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഞാൻ ഓർത്ത്, കർത്താവേ, പുതിയ യെരൂശലേമിനെയൊക്കെ കുറിച്ച് പറഞ്ഞു വന്ന് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് തുടങ്ങി പുതിയ യെരൂശലേം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും വീണ്ടും സഭയോട് പറയാ, വാ എന്നിൽ നിന്ന് വാങ്ങി കുടിക്കുക. Even if we learn about the New Jerusalem, the new city, even in the Revelation at the end it says, come. എന്താ കാര്യം? ആരും നശിച്ചു പോകാൻ കർത്താവിന് ആഗ്രഹമില്ല. So God does not want anyone to be destroyed. ആരും നശിച്ചു പോകാൻ കർത്താവിന് ആഗ്രഹമില്ല. God doesn't want anyone to waste their life away. എൻ്റെ പ്രിയപ്പെട്ടവരെ, My beloved, പരിശുദ്ധാത്മാവിനെ ആരും കുറച്ചു കാണരുത്. do not see and no one see the Holy ഒരു Spirit as something അന്യഭാഷയിൽ small. മാത്രം നിങ്ങൾ ഒതുങ്ങരുത്. Do not just be satisfied with the speaking നിങ്ങൾ in എപ്പോഴും tongues. സെൻസിറ്റീവ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. Always be sensitive to the Holy Spirit. സെൻസിറ്റീവ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആയിരിക്കണം. Be sensitive to the Spirit. ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറവും കൂടെ പറഞ്ഞ് ഞാൻ I'll say അവസാനിപ്പിക്കാം. something very low of my life. എനിക്ക് കഴിഞ്ഞ ആഴ്ചയെ പറ്റി ഒരു കുറവിനെ പറ്റി പറഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം എത്ര സെൻസിറ്റീവ് വിത്ത് ഹോളി സ്പിരിറ്റ് ആഴങ്ങൾ നിങ്ങൾക്ക് Take it മനസ്സിലാക്കാൻ very കഴിയും. sensibly here. ഞാൻ സാധാരണ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. I'm sometimes who uses പക്ഷേ എൻ്റെ മൊബൈലിനകത്ത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ എൻ്റെ ഇല്ല ബ്ലിസേ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം എല്ലാം എൻ്റെ എല്ലാം ഡിലീറ്റ് ആക്കി വെച്ചിരിക്കുക ഞാൻ. I've deleted all these apps here. തെറ്റല്ല കേട്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുക, അത് എൻ്റെ പേഴ്സണൽ പറഞ്ഞത്. പക്ഷേ ഞാൻ യൂട്യൂബ് എൻ്റെ ഉണ്ട്. I have YouTube. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു, വാർത്ത എനിക്ക് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. I was വാർത്ത very addicted to news. എങ്ങനെയൊക്കെ പോയാലും ഇവിടെ വാർത്ത വായിക്കുന്നുണ്ട്, നിങ്ങളൊന്നും ഇത് പറയുകയല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അനുഭവം ഞാനിപ്പോൾ സെൻസിറ്റീവ് വിത്ത് ഹോളി സ്പിരിറ്റ് അത് പറയാം. I'm talking about my life and being sensitive to Spirit. കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡു നോട്ട് സ്പെൻഡ് ടൈം ഇൻ യൂട്യൂബ്. He's told me, do not spend time in YouTube. നിങ്ങൾക്ക് എല്ലാവർക്കും മക്കൾ, നിങ്ങൾക്ക് എല്ലാ യൗവനക്കാർക്കെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ തുറന്നങ്ങ് പറയുക. It's something that's going to be very useful. I'm just അപ്പം opening this ഞാനത് thing. കർത്താവിൻ്റെ കൃപയാൽ, പക്ഷേ പാട്ടുകൾ, ക്രിസ്തീയ പാട്ടുകൾ കേൾക്കും. But I listen to Christian songs on. ഞാനിങ്ങനെ അപ്പോഴാണ് പലരും പല രീതിയിൽ നാട്ടിൽ വിളിക്കുമ്പോഴും പല കൂട്ടുകാർ വിളിക്കും പറയുന്നത്, ഇന്ത്യയിൽ ഭയങ്കര സംഭവം നടക്കുക, And when friends call me, they always say, ഭയങ്കര something big happening. സ്ട്രൈക്ക് നടക്കുക. There's strikes happening. പാറ്റകൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ലപോലെ പിടി കിട്ടിയില്ല. I'm not ashamed what's going കോക്രോച്ച്, on. ടോക്കിംഗ് അബൌട്ട് They're talking കോക്രോച്ച്. about cockroaches. പക്ഷെ അതൊരു മൂവ്മെന്റ് ആയിരുന്നു. There's a great movement there. പക്ഷേ ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഒരു വാർത്ത കണ്ടു. But I saw 4 days before. പരിശുദ്ധൻ പറഞ്ഞു, കം ഔട്ട് ഫ്രം ദാറ്റ്. The Holy Spirit told me to come out from. ഞാൻ പറഞ്ഞു, കർത്താവേ, അടുത്ത BBC-യുടെ അടുത്ത വാർത്ത കേട്ട് ഞാൻ നിർത്താം. And then he told me one more word and I'll continue. അപ്പോഴാ കണ്ട 24-ന്റെ അത് ഒരു വാർത്ത സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെഡിങ്ങോടെ ആ വാർത്ത വന്നു. And on 24 News is sensitive. അന്നേരവും പറഞ്ഞു, കം ഔട്ട് ഫ്രം ദാറ്റ്. Come out from that. ആ ദിവസം അങ്ങനെ കടന്നു, 3-4 വാർത്ത കണ്ടു, അതങ്ങനെ കടന്നു പോയി. And I saw 3-4 news and it kept going. പിറ്റേ ദിവസവും
എൻ്റെ എന്തോ ആയി എന്നൊരു ചിന്ത എൻ്റെ And the next ഹൃദയത്തിൽ day, I was so concerned of what's happening there. വീണ്ടും കണ്ടു. And I saw it again. അപ്പോൾ ഞാൻ കണ്ട വാർത്ത, ഇത് വാർത്ത പറയുമല്ലോ കേട്ടോ, പക്ഷെ നിങ്ങൾ ഞാൻ കടന്നുപോയ സാഹചര്യം, നമുക്കെല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പച്ചയായ യാഥാർത്ഥ്യം പറയുക. I'm talking about something that can happen amongst all of അപ്പോഴാണ് us. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം, റിസൈൻ ചെയ്യണം എന്നുള്ള സ്ട്രൈക്കിലേക്ക് അവർ ഭയങ്കരമായിട്ട് The വന്നു. education minister needs to resign himself പക്ഷേ from the strike. വീണ്ടും പരിശുദ്ധ പറഞ്ഞു, കം ഔട്ട് ഫ്രം And the ദാറ്റ്. Holy Spirit again told me, അതിൻ്റെ അർത്ഥം വാർത്ത കാണാൻ തെറ്റൊന്നും അല്ല, ഞാനിപ്പോൾ അങ്ങനെ ഒന്നും കയറി പറഞ്ഞാൽ അതൊന്നും അല്ല. പക്ഷേ ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ കർത്താവിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. and something that God is talking about. വാർത്ത spending time with കണ്ടെന്ന് ഞാൻ സ്വർഗത്ത് him. പോയിരിക്കത്തൊന്നുമില്ല. It's not that you won't go to heaven if you watch it. പക്ഷേ കർത്താവ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് എന്നോട് നിശബ്ദമായി. And then at the second day, God became silent to me. പക്ഷേ എന്നാൽ ഇന്നലെ ഞാൻ ആ വാർത്ത കണ്ടു. But even yesterday, I ഇന്നലെ രാത്രി ഞാൻ തിരുവചന ധ്യാനത്തിന് വേണ്ടി നിന്നപ്പോൾ പെട്ടെന്ന് ഇതെടുക്കും, മൊബൈലെടുത്ത് വീണ്ടും എന്തോ ആയെന്ന് ഞാൻ ഇവിടെ വെച്ച് പലരോടും സംസാരിച്ചു. വീണ്ടും ഒന്ന് വായിക്കാൻ തക്കോണം ആഗ്രഹം വന്ന്, ഡിസയർ വന്ന് ഞാൻ നോക്കി. I had a desire and I watched it again yesterday. പക്ഷേ പിന്നൊരു ശബ്ദം എന്നോട് കേൾക്കുകയും ഞാൻ And I heard a കേൾക്കുകയാണ്, voice like this. ഇപ്പം നിന്നോട് ഞാൻ സംസാരിക്കുന്നുണ്ടോ? Am I talking to you right now? സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വരെ നിരാശ തോന്നി. That it became very sad. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, I told him no, ഇല്ല കർത്താവേ. no. വീണ്ടും വാർത്ത കാണുന്നത് തെറ്റെന്നല്ല പറഞ്ഞത്. I'm not saying it's wrong to watch it. എന്നോട് എനിക്ക് ലളിതമായ അറിവ് നമുക്ക് വേണം. പക്ഷേ പരിശുദ്ധാത്മാവിൽ ഒബീഡിയൻ്റ് ആകാൻ തക്കവണ്ണം ചെറിയ ഒരു കാര്യം, 2 മിനിറ്റത്തെ ഒരു കാര്യം ചില ദിവസങ്ങളിലേക്ക് നീ ഒന്ന് മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് പറ്റിയില്ല. When the Holy Spirit told me to put it away for a couple of days, I couldn't do it. പക്ഷേ എനിക്ക് അന്യഭാഷയുണ്ട്, I have the speaking എനിക്ക് tongue. ആരാധിക്കാൻ കഴിയും, I can worship. എനിക്ക് പാട്ടുപാടാൻ I കഴിയും. can sing. ഇതെല്ലാം നമ്മുടെ ജീവിതമല്ലേ? I'm able to do all of these ഞാൻ എന്നെ things. തന്നെ നിങ്ങൾ തുറന്നു കാണിച്ചു, ഇതെല്ലാം നമ്മുടെ ജീവിതമല്ലേ? Isn't it all our lives? ഇന്ന് പോലെ എത്ര പേർക്ക് സെൻസിറ്റീവ് പരിശുദ്ധാത്മാവുമായിട്ട് അങ്ങനെ സെൻസേഷൻ എത്ര പേർക്കുണ്ട്? How many of you are so sensitive to the Holy Spirit? എത്ര പേർക്ക് അങ്ങനെ ഒബീഡിയൻ്റ് ആകാൻ How കഴിയും? many want to be obedient to the Spirit? ഞാൻ ദൈവത്തോട് സോറി പറഞ്ഞു. I told God sorry. എൻ്റെ അപ്പനോട് ക്ഷമിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായി നന്നായി അറിയാം. I know that He completely പിന്നെ forgave me. കർത്താവ് എന്നോട് എങ്ങനെ കർത്താവ് സംസാരിക്കാതിരിക്കല്ലേ? And I told him, please don't അടുത്ത stop talking. പ്രാവശ്യം അടുത്ത കാര്യത്തോട് എന്നോട് സംസാരിക്കാതിരിക്കല്ലേ? Stop talking to me അപ്പൊ later. ചില ദിവസങ്ങളിലേക്ക് അത് മാറ്റിവെക്കാൻ പറഞ്ഞ് അതുപോലെ ഞാൻ ചെയ്യാം. അപ്പച്ച God, I can put it away like you told me to. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായെന്ന് I don't know how എനിക്കറിയുന്നില്ല. many of you are taking this very പക്ഷെ seriously. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പരിശു പറയാ, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, ഞാൻ അധികത്തിൽ Be വിചാരകനാക്കാം. faithful to the very little and I will honor. ഒറ്റ കാര്യമേ ഉള്ളൂ, One thing only. അപ്പുത്തരാം യെരൂശലേമിൽ ഞാനും നിങ്ങൾ കാണും. Me and you need to be seen on that new ഒരുമിച്ച് Jerusalem. എഴുന്നേറ്റ് നിൽക്കാമോ? Can you stand up?